ഹലോ, ഞാൻ വിജയ് ഗുപ്ത. ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഒരു ട്രെയിനറായി ജോലി ചെയ്യുന്നു. കൂടാതെ നിരവധി ഡീലർ സെയിൽസ്മെന്നെയും സെയിൽസ് വുമണെയും പരിശീലിപ്പിച്ചിട്ടുമുണ്ട്. ഞങ്ങളിവരെ ഒരു സംഭാഷണ ഭാഷയിൽ DS എന്ന് വിളിക്കുന്നു. അതിനാൽ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ മികച്ച DS ആകാൻ നിങ്ങളെ സഹായിക്കുന്ന ഇന്നത്തെ ആരംഭ് എന്ന അത്ഭുതകരമായ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആരംഭിൻ്റെ ആദ്യ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റാണ് വിൽക്കേണ്ടത്, എവിടെയാണ് ഈ പ്രോഡക്റ്റ് വിൽക്കേണ്ടത്, പിന്നെ അതിൽ നിന്ന് എങ്ങനെ വിൽക്കും. ഈ വിഷയങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അതുവഴി ഈ വിഷയം നിങ്ങൾ എത്രത്തോളം മനസ്സിലായെന്ന് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഡീലർ പോയിന്റിൽ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഒരു ഡീലർ ഏതൊക്കെ പ്രോഡക്റ്റാണ് വിൽക്കുന്നതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഡീലേഴ്സിന് വിൽക്കുന്ന സാധനങ്ങളെ നമുക്ക് 4 പ്രധാന ബിസിനസ്സായിട്ട് വിഭജിക്കാം. ഫുഡ് പ്രോഡക്റ്റ് ബിസിനസ്, അതായത് ഭക്ഷണ സാധനങ്ങൾ. 2. പേഴ്സണൽ കെയർ ബിസിനസ്, അതായത് സോപ്പ്, ഡിയോഡ്രൻറ്റ്, ക്രീം മുതലായവ. 3. അഗർബത്തീസ് ബിസിനസ്. 4. മാച്ചസ് ബിസിനസ്. നമുക്ക് അവ ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ഫുഡ് പ്രോഡക്ട്സ് എന്നാൽ നമുക്ക് വിവിധ സെഗ്മെൻറ്റ്സായി വിഭജിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അവയെ കാറ്റഗറീസ് എന്ന് വിളിക്കാം. ഈ കാറ്റഗറീസിൻ്റെ പേരുകൾ ഇവയാണ്: ആട്ട, സോൾട്ട്, സ്പൈസസ്. ഇതിനെല്ലാം കൂടെ ഞങ്ങൾ സ്റ്റേപ്പിൾസ് എന്ന് വിളിക്കുന്നു. ബിസ്ക്യൂട്ട്സ്, സ്നാക്സ്, നൂഡിൽസ്, പാസ്ത, കോൺഫെക്ഷണറി, ജ്യൂസസ്, കോഫി, ചോക്ലേറ്റ് തുടങ്ങിയവ. ഈ കാറ്റഗറീസിനും വ്യത്യസ്ത തരങ്ങളുണ്ട്. അവയെ ഞങ്ങൾ സബ് കാറ്റഗറീസ് എന്ന് വിളിക്കുന്നു. ഓരോ സബ് കാറ്റഗറീസിലും കടകളിൽ വിൽക്കേണ്ട വ്യത്യസ്ത SKUs ഉണ്ട്. ഉദാഹരണത്തിന് ബിസ്ക്യൂട്ട്സിൽ ക്രീം, കുക്കി, മാരി, ഗ്ലൂക്കോസ് തുടങ്ങിയ സബ് കാറ്റഗറീസ് ഉൾപ്പെടുന്നു. അതുപോലെ സ്നാക്സിൽ പൊട്ടറ്റോ ചിപ്സ്, മാഡ് ആംഗിൾസ്, തേതെ മേത്തെ, നംകീൻ തുടങ്ങിയ സബ് കാറ്റഗറീസുമുണ്ട്. ആട്ടയ്ക്ക് മൾട്ടിഗ്രെയിൻ, സെലക്ട്, ഷുഗർ കൺട്രോൾ, പോപ്പുലർ ആട്ട തുടങ്ങിയ സബ് കാറ്റഗറീസ് ഉണ്ട്. ഇനി നമുക്ക് പേഴ്സണൽ കെയർ പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിക്കാം. അതിലെ കാറ്റഗറീസാണ് സോപ്സ്, ഡിയോഡ്രൻറ്റ്, ഹാൻഡ് സാനിറ്റൈസർ, ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ്, ക്രീംസ്, ഷവർ ജെൽ, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ തുടങ്ങിയവ. സോപ്പിൻ്റെ സബ് കാറ്റഗറീസിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാം. സോപ്പിൻ്റെ തരം നമുക്ക് അതിൻ്റെ വില പോലെ നിശ്ചയിക്കാം. പ്രീമിയം ഫിയമ ഡേവിൽസ്, മിഡ് പോപ്പുലർ വിവലും, ഇക്കണോമി സോപ്പ് സുപ്പീരിയ. ഡീലറിൽ നിന്ന് ശേഷിക്കുന്ന പേഴ്സണൽ കെയർ കാറ്റഗറീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഞങ്ങളുടെ ചന്ദനത്തിരികൾ കാറ്റഗറി ചന്ദനത്തിരികൾ, ധൂപ് സ്റ്റിക്കറുകൾ എന്നിവയിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ചന്ദനത്തിരികൾ, ധൂപ് സ്റ്റിക്കറുകൾ എന്നിവയുടെ വില അനുസരിച്ച് സൃഷ്ടിച്ച സബ് കാറ്റഗറീസ്. പിന്നെ ഞങ്ങളുടെ പക്കൽ സേഫ്റ്റി മാച്ചസുമുണ്ട്. എല്ലാ ബിസിനസ്സുകളുടെയും എല്ലാ കാറ്റഗറീസിനെയും സബ് കാറ്റഗറീസിനെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഡീലർ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. കടയിൽ എന്താണ് വിൽക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു കടയിൽ വിൽക്കുന്ന ഓരോ പ്രൊഡക്ട്സിനെയും ഞങ്ങൾ ലൈൻ അല്ലെങ്കിൽ SKU എന്ന് വിളിക്കുന്നു. SKU എന്നത്
സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്നതിനെ സൂചിപ്പിക്കുന്നു. അതിനെ ഞങ്ങൾ നമ്മുടെ സംസാര ഭാഷയിൽ ലൈൻ എന്നും വിളിക്കുന്നു. ഇനി നമുക്ക് ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഒരു കടയിലേക്ക് മോംസ് മാജിക് കുക്കീസ് ബിസ്ക്യൂട്ട്സ് ഓർഡർ ചെയ്യണമെങ്കിൽ 5 രൂപ ബട്ടർ കുക്കി, 5 രൂപ കാജു കുക്കി, 10 രൂപ ബട്ടർ കുക്കി, 10 രൂപ കാജു കുക്കി. അതിനാൽ ഈ 4 ഇനങ്ങളെ SKU എന്നും വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് അവയെ 4 ലൈൻസ് എന്നും വിളിക്കാം. അതുപോലെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ 5 രൂപ ടേത്ത മേത്തെ, 10 രൂപ മാഡ് ആംഗിൾസ് ആച്ചാരി, 10 രൂപ അല്ലു ഭുജിയ. അതിനാൽ ഇവയെ 3 SKU എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമുക്ക് അവയെ 3 ലൈൻസ് എന്നും വിളിക്കാം. ഏത് കാറ്റഗറിയാണ് നിങ്ങൾ വിൽക്കേണ്ടത് ഇവിടെ അറിയേണ്ടത് ആവശ്യമാണത്. ഇത് ഡീലർ നിങ്ങളോട് പറയും. ഞങ്ങളുടെ ബിസിനസ് കാറ്റഗറീസ്, സബ് കാറ്റഗറീസ് എന്നിവ അറിഞ്ഞതിന് ശേഷം അവ എങ്ങനെ ഏത് തരം സ്റ്റോറുകളിൽ ലഭ്യമാക്കിയെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പ്രോഡക്റ്റ് ഷോപ്പിലേക്ക് എത്തിക്കുന്നതിൽ DS-ൻ്റെ പങ്ക് പ്രധാനമാണ്. ഓരോ DS-നും ദിവസവും 30 മുതൽ 40 വരെ കടകളിൽ സാധനങ്ങൾ വിൽക്കണം. ഈ കടകൾ ഞങ്ങൾ ബീറ്റ് എന്ന് വിളിക്കുന്ന ആഴ്ചയിലെ ഒരു പ്രത്യേക ദിവസത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. DS ആഴ്ചയിലൊരിക്കൽ കടകളിൽ നിന്ന് ഓർഡർ എടുക്കണം. ഉദാഹരണത്തിന് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച ഒരു ബീറ്റിനായി DS 35 ഷോപ്പുകളിൽ നിന്ന് ഓർഡറുകൾ എടുക്കും. തുടർന്ന് അടുത്ത തിങ്കളാഴ്ച അതേ ബീറ്റിൽ ഓർഡറുകൾ എടുക്കാൻ വീണ്ടും പോകും. അതുപോലെ തന്നെ ഓരോ DS-നും ഒരാഴ്ചയിൽ 6 വ്യത്യസ്ത ബീറ്റ്സുകളിൽ എല്ലാ ദിവസവും ഓർഡർ എടുക്കണമെന്നും അടുത്ത ആഴ്ചയിൽ അതേ ദിവസം തന്നെ വീണ്ടും ഓർഡേഴ്സ് എടുക്കണമെന്നും നിങ്ങൾക്ക് അനുമാനിക്കാം. സ്ക്രീൻ ശ്രദ്ധിച്ചു നോക്കുക. ഒരു ബീറ്റിന് 35 ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരിക്കണം. എല്ലാ ആഴ്ചയും ഇതുപോലെ 6 ബീറ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഒരു DS-ന് 210 ഔട്ട്ലെറ്റ്സിൽ സേവനം നൽകേണ്ടി വരും. കഠിനാധ്വാനിയും വിജയകരവുമായ ഒരു DS ആയിരിക്കെ ഈ ഔട്ട്ലെറ്റ്സിലെ സെയിൽസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. ഇത്തരം കടകളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഗ്രോസറി, ISS, ഹോൾസെയിൽ, കെമിസ്റ്റ്, കോസ്മെറ്റിക് ഔട്ട്ലെറ്റ്സ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കടകൾ ഉണ്ടെന്ന് ഓർക്കുക. ഇനി നമുക്ക് ഇവയെ ഓരോന്നായി വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി ഗ്രോസറി ഔട്ട്ലെറ്റ്സ് നോക്കാം. ഇത്തരം കടകൾ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഏത് തെരുവിലും പ്രദേശത്തും റെസിഡൻഷ്യൽ ഏരിയയിലും മാർക്കറ്റിലും നിങ്ങൾക്ക് ഈ കടകൾ എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഉപഭോക്താക്കൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇവിടെ എത്തുന്നു. ഈ കടകളിൽ പലചരക്ക് സാധനങ്ങൾ, പാക്കേജ്ഡ് ഫുഡ്സ്, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്, ചന്ദനത്തിരികൾ, മാച്ചസ് മുതലായവ വിൽക്കുന്നു. ഉദാഹരണത്തിന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ കടകൾ നോക്കുക. രണ്ടാമത്തത് ISS അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സെൽഫ് സർവീസ് സ്റ്റോറാണ്. ഇത്തരം ജനറൽ സ്റ്റോഴ്സുകളിൽ ഉപഭോക്താവിന് കടയ്ക്കുള്ളിൽ കയറാനും ഇഷ്ടാനുസരണം സാധനങ്ങൾ വാങ്ങാനും കഴിയും. സാധാരണയായി ഇത്തരം കടകളുടെ വലിപ്പം അല്പം കൂടുതലായിരിക്കും. അതിനാൽ ഉപഭോക്താക്കൾക്ക് അവയ്ക്കുള്ളിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനാകും. മൂന്നാമതായി ഹോൾസെയിൽ ഔട്ട്ലെറ്റ്സ്. ഹോൾസെയിൽ ഔട്ട്ലെറ്റ്സ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ കടകൾ ഡീലേഴ്സിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെറിയ കട ഉടമകൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. നാലാമത്തേത് കെമിസ്റ്റും കോസ്മെറ്റിക്സുമാണ്. മരുന്നുകൾ, ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സ് ലഭ്യമാകുന്ന കടകളാണ് കെമിസ്റ്റ്. കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് എന്നിവ ലഭ്യമാകുന്ന കടകളാണ് കോസ്മെറ്റിക്സ്.
ഇത് കൂടാതെ പ്രതിമാസ ബിസിനസ് ഒരു നിശ്ചിത വിലയിൽ കൂടുതലുള്ള സ്റ്റോറുകൾ ഉണ്ടാകുമ്പോൾ അത്തരം ഔട്ട്ലെറ്റ്സ് ലോയൽറ്റി ഔട്ട്ലെറ്റ്സായി മാറുമെന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. വിവിധ സ്കീംസിലൂടെ ലോയൽറ്റി പ്രോഗ്രാം ഇത്തരം ഔട്ട്ലെറ്റുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നു. ഇതോടെ നമ്മുടെ ആദ്യ മൊഡ്യൂൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ്, അവയുടെ കാറ്റഗറീസ്, സബ് കാറ്റഗറീസ് എന്നിവ. SKU എന്നാൽ അർത്ഥമാക്കുന്നത് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ലൈൻസ് എന്നാണ്. കൂടാതെ ദൈനംദിന ബീഡ്സുകളുടെ ഫ്രീക്വൻസി, ഗ്രോസറി, ISS, ഹോൾസെയിൽ, കെമിസ്റ്റ്, കോസ്മെറ്റിക്സ്, ഔട്ട്ലെറ്റ്സ് എന്നിങ്ങനെയുള്ള പലതരം ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സ്. നിങ്ങൾ അത് നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.